ഹോർലിക്സ് ഒക്കെ ഡോക്ടർമാരോട് ചോദിച്ചിട്ട് വാങ്ങണ്ടേത്. അത് കഴിഞ്ഞേ 2 ദിവസം ഒരു കുപ്പി അത്രേ ഉള്ളൂ. ഓരോ പാത്രം കൊണ്ടേ തിന്നത്. സതിയേട്ട ഒരു പാത്രത്തിലാക്കിട്ട് ആ പാത്രത്തിൽ കൊണ്ടുപോയിട്ട് നുള്ളി തിന്നേണേ. ഷുഗർ വരുന്നത് തിന്നു കഴിഞ്ഞാ വേറെ ഒന്നും വരില്ലേ? ഏത് ഇതൊക്കെ തിന്നു കഴിഞ്ഞാ അങ്ങനെയാണോ പറഞ്ഞാ അത് നോക്കിയ കാര്യം എന്താണെന്ന് ഷുഗർ കണ്ടന്റ് ആണ് അതിൽ കൂടുതൽ. കണ്ടോ 3 സ്പൂണൊക്കെ കൊടുക്കില്ലേ? അതടുത്ത് കണ്ടു അത്രയും മധുരം കുടിക്കേണ്ട സുഖന്നെ. ഇതിനും വേദന 1 കിലോ പഞ്ചാര തന്നെയാ. എന്തിനാ നീ ഇങ്ങനെ മധുരം കുഞ്ഞമ്മേ? ഞങ്ങളില്ലേ നേരത്തെ ചായ കുടിച്ചാട്ടോ. പിന്നെയും ഇവിടെ വന്നപ്പോൾ ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ പിന്നെയും ചായ വെച്ച് കുടിച്ചു. നല്ല മധുരമാണ് പറഞ്ഞിട്ട് മധുരം കമ്മിയാക്കാൻ വേണ്ടിയിട്ടേ ഇന്ന് സാമ്പാറുണ്ട്, കൈപ്പയ്ക്ക ഉപ്പേരിയുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. അതെന്താണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കുട്ടികൾക്ക്. ചായ കൊണ്ടോ? ചായ മുട്ട കൊണ്ടോ? മുട്ട കൊണ്ട് എന്താ റോസ്റ്റ് ഉണ്ടാക്കണ? മുട്ടക്കറി വയ്ക്കുക, ആംപ്ലേറ്റ് ഉണ്ടാക്കുക, പിന്നെന്താ വേണ്ട? മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം, മുട്ടക്കുറുമ ഉണ്ടാക്കാം. എളുപ്പമുള്ള എന്താ വെച്ചാൽ അത് ഉണ്ടാക്കില്ലേ സുനി? അല്ലേ? അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് വെറുതെ ഇങ്ങോട്ട് തിന്നാ. സാമ്പാറുള്ളത് കൊണ്ട് പിന്നെ എത്ര ഇത് വേണമെന്നൊന്നുമില്ല. മോരുകൂട്ടാൻ്റെ അല്ലേ? ആ മോരുകൂട്ടാൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കണം കേട്ടോ. അതാ പപ്പടം ഉണ്ടിരിക്കണം. അല്ല എത്രണ്ട്? 40 നമ്മൾ തിന്നേ. 10 ആളുണ്ട്. 2 എണ്ണം വെച്ച് കാച്ചിയ ഒരു നേരം കാച്ചി എത്ര എണ്ണാവും പോവും? 5 എണ്ണല്ലേ? ഒന്നും കൂടി കിട്ടിയ 6 പേപ്പറും കൂടി ചുട്ട 6 ആ പേപ്പറും കൂടി കൂട്ടി 6 ഇന്ന് വീട്ടിൽ നിന്ന് അമ്മ വരാന്ന് പറഞ്ഞതാ. അപ്പൊ അമ്മ എന്താ വരാന്ന് പറഞ്ഞ എന്താ വെച്ചാ അമ്മയ്ക്ക് ഒരു കാര്യം കൊണ്ടുവന്ന് തരാണ്ടായിരുന്നു കേട്ടോ. എന്തോ നീ കാണിക്കുന്നത്? അതാ ഈ കുട്ടികൾ ബെൽറ്റ് ഊരാനും പറ്റില്ല. അതാ കൊട നോക്കിക്കൊണ്ടിരുന്നത്. എന്ത് താവോട്ട് പൊട്ടിക്കോട്ടെ. എല്ലാ സംഭവം പൊട്ടിച്ചു. പൈസ കൊടുത്തിട്ട് വാങ്ങണ സാധനം ഒരു മനുഷ്യന് വേണ്ട. നമ്മുടെ ഇവിടെ വെറുതെ കളയുകയാണ് കേട്ടോ. അല്ലേ സുകന്യെ? പൈസ കൊടുത്താലും കൂടിയേ ഒരു സമയത്ത് കിട്ടാത്ത സാധനം. ഇനി അടുത്ത കൊല്ലം ചക്ക ഉണ്ടാകുമ്പോഴേ വല്ല വല്ല തമിഴ്നാട്ടിലേക്കും കൊടുത്തു വിട്ടോളി. തമിഴ്നാട്ടിലേക്ക് നോക്കണ്ട, നമ്മുടെ പാലക്കാട് കൂടെ തന്നെ അത് വണ്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയല്ലേ നല്ല പൈസ കിട്ടും. തമിഴ്നാട് വരുന്ന പോണ്ട. പഴുത്ത ചക്കകൾ നോക്ക്. താഴെ നിൽക്കുമ്പോൾ തന്നെ പേടിയുണ്ടോ? മാങ്ങ വീഴുമ്പോലെ ചക്ക വീണായിരുന്നു. അതാ ഇനി 2 കൂടി ഉണ്ട്. ഇതാണ്ടോ ഒരു എന്താ കഥ? അതാ 2 കിടക്കുന്നു. 2 അപ്പുറത്തൊന്നും അപ്പുറത്തുണ്ട്. ഇതെന്താ ചെയ്യറിയില്ല. സാധാരണ മാങ്ങ വീഴും. ചക്ക സാധാരണ ചക്ക മഴയാണ് കേട്ടോന്ന്. സാധാരണ കേറിയിട്ടാലും തന്നെ കിട്ടും. ഇനി ഇതാ ഇത് 2 ഇതാ ഇതുകൾ കണ്ടോ? അവിടെ കണ്ടോ? ഏറ്റവും വലിയതാണ് കേട്ടോ റോഡിൽ നിൽക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവാൻ തുടങ്ങി. ഈ 2 ചക്ക നാളെ ഇട്ടിട്ട് വറക്കണം കേട്ടോ.
ഇതാ ഈ 2 ചക്കാട്ടാ നാളെ ഇതെടുത്തിട്ട് വറക്കണം. നമ്മൾക്ക് ഇവിടുന്ന് വലിച്ചു കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും. ചക്കക്കൂട്ടാൻ വെക്കാൻ ആൾക്കാർക്ക് വേണോ ചോദിച്ചാൽ ചക്കയും വേണ്ട മാങ്ങയും വേണ്ട ഒന്നും വേണ്ട കേട്ടോ, ആർക്കും ഒന്നും വേണ്ട അല്ലേ. മാങ്ങ പിന്നെ ആരെങ്കിലും കൊണ്ടുപോകും, ചക്ക വേണ്ട. ഓട്ടോ എന്താണ് ഇതിന് അവിടെയൊക്കെയോ ചോദിച്ചില്ലേ, ഇതാണ്ടോ ഇവിടെ കള്ളി പുലിയാണ് കേട്ടോ. ഈ മണ്ണൊന്നും ഒതുങ്ങാതെ കൊണ്ടുവന്ന് കഴിഞ്ഞു വെച്ചല്ലേ പൂന്തി 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 പോവുക. ഇവിടേക്ക് കണ്ടോ മണ്ണ് ഇട്ടതല്ലേ, ലൂസ് മണ്ണായതും കൊണ്ട് മണ്ണിട്ടേ. മഴയില്ലാത്തത് അത്ര അറിയില്ല, മഴയുള്ള സമയത്താണെങ്കിൽ മഴയില്ല അതന്നെ അതവിടെ കാണിച്ചു കൊടുക്കും, വണ്ടി പൂന്തി കിടക്കണ്. അപ്പം അതൊന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ, ഒന്ന് സെറ്റ് ആവട്ടെ അല്ലേ. പിന്നെ ഇപ്പം എന്താ, അല്ലാതെ അവിടേക്ക് വണ്ടി ഷിഫ്റ്റ് ആക്കിയതൊന്നുമല്ല. പിന്നെ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവിടെയും സ്ഥലം വേണം, രണ്ടും പാടെ ചെയ്യുമ്പോൾ ഇടാനുള്ള സ്ഥലവും ഇല്ല അല്ലേ സു. ഞങ്ങളില്ലേ എന്താ കണ്ടോ ഇവിടെയും കിടക്കുന്നുണ്ട് ചക്ക. എന്താ ചെയ്യുക എനിക്കറിയില്ല. ഇത് അനിയേട്ടൻ അറിയാം നാളെ നേരേക്കിട്ട് പിന്നെയും വേവിക്കാന്ന്. ഇതൊക്കെ പഴുത്ത ചക്ക കേട്ടോ, ഇതൊക്കെ അതാണെങ്കിലോ ചക്കല്ലേ വരട്ടാൻ പറ്റിയ ചക്ക കേട്ടോ ലേട്ടാ. ചില ചക്കയിലേക്ക് നാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇതിന് നാരൊന്നുമില്ല. അത് പഴുത്തതാ, അതും പഴുത്തതാ. ചക്ക ചവിട്ടാൻ പാടില്ല, ആ ചക്കയും പഴുത്താ. ചവിട്ടല്ലേ ചക്ക ചവിട്ടാൻ പാടില്ല. ഒരു പാത്രം ചക്കക്കുരു ഉണ്ട്, അത് പഴുത്തു അത് പഴുത്തു. താഴേക്ക് ചെറുതില് എല്ലാം പഴുത്താണ്, കേടൊന്നല്ല. നാളല്ലേ നമുക്ക് ചക്ക കൂട്ടാൻ വെക്കാട്ടോ. ചക്ക പഴുത്താണേ. ചക്ക പുഴുക്കുണ്ടാക്കാല്ലേ, ചക്കപ്പുഴുക്കും മീൻകറിയും. ആ ചക്ക പഴുത്ത മുത്തേ, കേടൊന്നല്ല. കേടത്ര ശരി, ഇനിയിപ്പൊ ഈ കേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടന്നെയാണ്. ഏട്ടാ സുകന്യ അറിയണേ നാളെ ചക്കപ്പുഴുക്കും മീൻകറി ഉണ്ടാക്കാന്ന്. ഞാൻ ഞായറാഴ്ച ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഞായറാഴ്ച എന്താണ് പഴംപൊരി ബീഫും തിന്നില്ലേ? പഴംപൊരിയും ബീഫും തിന്നില്ലേ? പിന്നെന്താണ് പഴുത്ത ചക്ക കൊണ്ടുണ്ടാക്കി കഴിഞ്ഞ് മീൻകറി പഴുത്ത ചക്ക പുഴുക്കുണ്ടാക്കിയ എന്താ പ്രശ്നം? അതടക്കണം. എന്താണ്ടല്ലേ ചായ കുടി കഴിഞ്ഞപ്പോൾ ക്ലാസ് ഒന്നും വേണ്ട. എന്താ അതിനെ പറയണേ, ഇത് ചൂടുണ്ട് കേട്ടോ, ചൂട് കാരണം ഇങ്ങനെ വെച്ചതാ. നമുക്കേ വൈകുന്നേരത്ത് വേഗം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. സാമ്പാർ രാവിലെ വെച്ചതുണ്ട്, കുറച്ച് കൈപ്പയ്ക്കപ്പേരി ഉണ്ട് കേട്ടോ. കുട്ടികൾ കൈപ്പയ്ക്കപ്പേരി കൂട്ടില്ല. അപ്പം ഞാൻ ഏട്ടൻ്റെ അടുത്ത് കാടമുട്ട വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. കാടമുട്ട കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക അല്ലേ. ഇപ്പോൾ കാടമുട്ടയെ കൊണ്ട് തൃശ്ശൂർ പോകുമ്പോൾ അവിടെ എന്തോ ഒരു ഐറ്റം കണ്ടായിരുന്നു, തട്ടുകടയിൽ. അത് കാടമുട്ട എന്താ പുഴുങ്ങിയിട്ട് മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടുണ്ടാക്കണല്ലേ, ചുവപ്പ് കളറിൽ. എന്താ കറ ഇത് പേരൊക്കെ ഓർമ്മയില്ല. ഇവിടെ അധികം വാങ്ങാത്തൊരു സാധനം കേട്ടോ അത്. കാടമുട്ട ഒന്നും മുതലാവില്ല, പകുതി കേടായിരിക്കും ഇതിൽ. നോക്കിക്കോ, കാടമുട്ടയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കവറിൽ വരുന്നതിൻ്റെ പകുതി എണ്ണ കേടുണ്ടാവും. ഉള്ളി തക്കാളി പച്ചമുളക്. അപ്പോൾ ആദ്യം കടയ്ക്ക് പോകേണ്ടി വരും എന്തായാലും ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ, അവിടേക്കാണ് ചാൻസ്. നാടൻ മുട്ട ഇതിൽ കൂടെ വെച്ചാലോ മറ്റേത്? എന്നാൽ അത് എല്ലാവർക്കും തിന്നെ. നാടൻ മുട്ടേനോടെ നാടൻ മുട്ട അവിടെ ഉണ്ടേ. നാടൻ മുട്ട വേണ്ട, അത് വെക്കണ്ട. നാടൻ മുട്ട കുട്ടികൾക്ക് തിന്നാനാ. മറ്റേ മുട്ട എടുക്കുക, വലിയ മുട്ട ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ട്. അതിന് പിന്നെ വലിയ കേടുണ്ടാവില്ല. ഇത് കഴുകിയിട്ട് വേണം കേട്ടോ വെക്കാൻ. ഞാൻ ഇത് കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടെങ്കിലേ അത് നോക്കട്ടെ അല്ലേ. ഈ മുട്ട അത്ര ഇല്ലതിൽ അടുക്ക് തികയാതെ വേണ്ട. കുട്ടികൾ മുട്ട കാണുമ്പല്ലേ അപ്പം അവർക്ക് ഇപ്പം ഒന്ന് വേണ്ടി വരും. എന്നാ പിന്നെ അതിലുണ്ടാവും ചോറിനുമ്പോൾ മുട്ട കാണാം. ഞാനേ വയ്ക്കണേ കുഞ്ഞിനെ എന്താ ഇറച്ചി വാങ്ങാത്തതെന്ന്. ഞായറാഴ്ച ഇന്നിപ്പോൾ എന്താ ചെയ്യും? എല്ലാരും ഇറച്ചി തീറ്റ അധികമാണ്ട് കണ്ടിരിക്കുന്നത്. അവനിപ്പോൾ ഇറച്ചി ഇല്ലാണ്ട് ഇപ്പം അതിനില്ലേ എന്താ കുട്ടികൾക്ക് അതാണ് വേണ്ടത്. കുഞ്ഞിനെ ഇറച്ചി കഴിക്കാത്ത ആളാ. അപ്പോൾ കുഞ്ഞൻ ചോദിക്കാൻ തുടങ്ങി. അത് കഴുകിയിട്ട് വരട്ടെ, ഇതിലൊഴിക്കും. ഇല്ല കേട്ടോ, കേടുണ്ടെങ്കിൽ പൊന്തി കിടക്കുമെന്ന് പറയുന്നതൊക്കെ എൻ്റെ അമ്മ. ഇട്ടു
നമുക്കൊരു ദിവസം അവിടെ വീഡിയോ, ഒരു ദിവസം ഇവിടെ വീഡിയോ അല്ലേ? അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുറേ കൂട്ടുകാർക്കില്ലേ എന്താ ഈ വീട് കാണാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ട് അല്ലേ? വേറെ കത്തിയിട്ട് പോയോ? വേഗം നേരേക്ക് നമുക്ക് വേഗം ചെയ്യാം. പൈസ കൊടുക്കണ്ടല്ലോ പിന്നെ. വേഗം പണി കഴിഞ്ഞാലേ മക്കളെ കുറച്ചു നേരം പഠിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെന്താണെന്നറിയോ, രാവിലെ നമ്മൾ ചോറും കൂട്ടാനും വെച്ച് കഴിഞ്ഞു വെച്ചാലും വൈകുന്നേരത്തും നമുക്ക് ചോറും കൂട്ടാനും വെക്കണം കേട്ടോ. കാരണം കൂട്ടാനും വെക്കണ്ട, കൂട്ടാൻ കുട്ടികൾ അങ്ങനെ കൂട്ടില്ല. പക്ഷെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. നമ്മൾ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ടില്ലേ കുറച്ച് നേരം വേണം ഉണ്ടാക്കാമെന്ന് മാത്രമല്ലേ സു? അപ്പോൾ ആ ഒരു ഇത് നേരത്തെ ഇങ്ങോട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളൊരു 7:30 ആകുമ്പോഴേക്കും അടുക്കളയൊക്കെ പണിയൊക്കെ കഴിക്കും. എന്നിട്ട് പിന്നെ 7:30 മുതൽ 8:30, 9:30 വരെ കുട്ടികളുടെ അടുത്ത് വെക്കും. 9:30 വരെ ഒന്നും മക്കൾ ചെറിയൊരിക്കില്ല കേട്ടോ. അവർക്ക് അപ്പയ്ക്കൊക്കെ ക്ഷമ തെറ്റും, മടുക്കും. ഒരു മണിക്കൂർ തക്കാളി തിന്നല്ലേ, തലയിലിങ്ങനെ മേടല്ലേ ഉയരം കുറയും കേട്ടോ. അപ്പൊ നെറുകിലടിച്ചു കഴിഞ്ഞാൽ പൊന്നു ഉയരം കുറയും. ഉയരം കുറയും തല. അവിടെ ആണെങ്കിലോ ഗ്യാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാട്ടോ. ഇനി അടുത്ത മാസം എത്ര തീയതി കിട്ടുക? 7-ാം തീയതിയോ 3-ാം തീയതിയോ? അമ്മ ചക്കാളി വേണം, ചക്കാളി ചിന്നണ്ട പൊന്നിഷ. തരൂല. ഞാൻ എൻ്റെ കാതിലൊരു കമ്മല് പിന്നെന്താ വേണ്ട പൊന്നിഷ. എന്ത്? ഓ എവിടെ ഇരിക്കണത്? ഉണ്ട തക്കാളി. ഓ അച്ഛൻ്റെ കാലാണ് കാല്. അച്ഛൻ്റെ മക്കളാണ് അല്ലേ? കാല് വെച്ചടി കാല്. ഓ ഒരു കാലിൻ്റെ കാല് എവിടെ കേറി? മറ്റേ കമ്മലില്ലേ അതിൻ്റെ ഇത് പോയി. ഇനി വേറെ ഇന്നലെ ഒരു കമ്മൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ കമ്മൽ ഇടണേ. നമ്മളേ പായസത്തിന്റെ വീഡിയോ ഇട്ടില്ലേ, പായസം കുടിക്കുന്ന വീഡിയോ ഇട്ടില്ലേ, അതില് കൊറേ പേര് അറിയണേ പ്രസി ഇങ്ങക്ക് കൊതി പറ്റും ഇങ്ങനെ കൊതിപ്പിച്ചില്ലേ. എന്താ പായസം? 1.5 പായസമായി. നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ലോ. ചക്കപ്പായസം പിന്നെ കഴിക്കല് വളരെ കുറവല്ലേ. അതുകൊണ്ട് പായസം കഴിച്ചിട്ടേ കുറേ ഇപ്പോ. ചക്കപ്പായസം കൂടി ആവുകൊണ്ട് ഒന്നുകൂടെ ഗംഭീരായില്ലേ. ചെറുപയറില്ലേ, ഞാൻ നുറുക്കട്ടെ എന്നാ ബാക്കി നേരക്കില്ലേ എന്നാ വേഗം മതി. എന്താ നമ്മള് ചക്കപ്പായസത്തിന്റെ കാര്യം പറഞ്ഞല്ലേ, ആ ചക്കപ്പായസം ഉണ്ടാക്കുമ്പോഴേ എല്ലാവരും എന്താ കുറേ ദിവസമായത് കൊണ്ട് പായസം പിന്നെ നന്നായിരുന്നു. അനിയനും ഒക്കെ വന്നതും എല്ലാവരും കുടിച്ചു കേട്ടോ. 10 പേർക്ക് പായസം തികയോ ചോദിച്ചിരുന്നു. ഒരു ഗ്ലാസ് പായസം നമുക്ക് അധികം ഉണ്ടായിരുന്നു ഒന്ന് രാവിലേക്ക് കേട്ടോ. ഞങ്ങളില്ലേ വൈകുന്നേരം കളഞ്ഞു അറിയ അത് എന്നിട്ട് തന്നെ വൈകുന്നേരം പിന്നെ ഒരു ഗ്ലാസ് പായസം ഞാൻ അധികം കുടിച്ചു. അങ്ങനെയാണ്. ഇഞ്ചി പക്ഷെ ഗ്യാസ് എന്താ ഇത് പറയുമ്പോഴേ പായസത്തിന്റെ കാര്യം പറയുമ്പോൾ ഇത് കൂട്ടുകാർ പറയും ഇവിടെ എന്ത് വെച്ചാൽ നമ്മൾക്ക് അധികം അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ മിതമായി മാത്രം. ഇല്ലെങ്കിൽ അവൾ എൻ്റെ മോത്തിക്കാണ് കേട്ടോ വെള്ളം തെറിപ്പിക്കുന്നത്. അപ്പോൾ മിതമായിട്ട് തന്നെ നമ്മൾ കഴിക്കുള്ളൂ. ഓരോ ഗ്ലാസ് പായസം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പുറമെന്ന് ഇവര് വന്നിട്ട് അവർക്ക് പായസം കൊടുത്തില്ലേ ഒരു ഗ്ലാസ് അല്ലേ? സേതുവേട്ടന് കൊടുത്തു, ഞാൻ രണ്ടാമതൊന്ന് വെച്ചു. പിന്നെ വിനോദിന് ആർക്ക് കൊടുത്തു? വിനോദിന് കൊടുത്തു. അതാ ഉരുളിയിൽ അങ്ങനെ കാണുമ്പല്ലേ കുറച്ചായിട്ട് തോന്നുകയാണ്. എല്ലാരും കഴിച്ചതിന് ശേഷം അതൊക്കെ കുട്ടികളെല്ലാരും കഴിച്ചതിന് ശേഷം അതിന് ചില ഇവര് പറയും പ്രസി ഇങ്ങനെ കണ്ടമാനം കഴിച്ചിട്ട് തടി വരുന്നതെന്ന്. ഞാന് പിന്നെ പായസം കിട്ടുമ്പോൾ കഴിക്കണം. ഇപ്പൊ തടി വരുന്ന പിന്നെ ഷുഗർ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പൊ എന്താ എപ്പോഴെങ്കിലും ഒന്നും ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോ അതിലെ കഴിച്ച് അല്ല ഷുഗർ ഒക്കെ അതിന് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇപ്പൊ പായസമൊക്കെ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കുന്നത് വേണം. അല്ലാതെ ഇപ്പൊ എന്തിനാ മാറ്റിയിരിക്കുന്നത്? വീട്ടിക്ക് പോകണം വിചാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ചക്ക വരട്ടിയിട്ടില്ലേ, അപ്പം അതും കൊണ്ട് വീട്ടിക്ക് കുറച്ച് കൊണ്ടുപോയിട്ട് ഏട്ടന് കൊടുക്കണം എന്ന് വിചാരിക്കുന്നത്.
എന്താ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വരട്ടിയതൊക്കെ. അവിടെ പിന്നെ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ചക്ക അല്ല കേട്ടോ. ഞാൻ അണ്ടിപ്പൊട്ട് ഇടിച്ചാലും ചക്ക വരട്ടിയതൊക്കെ കൊണ്ടുപോയി വീണതാണ് പറയുന്നതാണ്. പ്രാവശ്യം പിന്നെ എന്താ പറങ്കേണ്ടി കൊടുത്തു വിടുക ചെയ്ത്. ഇവിടെ നിന്ന് ഉണ്ടാക്കണ്ട ഈ വെയിൽ കാരണം അവിടെ പോയിട്ട് ഉണ്ടാക്കിക്കോട്ടെ പറഞ്ഞിട്ട് അവർ ചുട്ട് തിന്നെ അത്ര ചെയ്തത്. എളുപ്പതാണല്ലോ. ചുട്ട് തിന്നെ ചെയ്തെന്ന്. മറ്റത് നല്ല പണിയാ, നല്ല പണിയുണ്ട് കേട്ടോ. കൈയൊക്കെ പൊള്ളും അല്ലേ. പണിയാ വീക്കണവരനെ വേണം, എന്നാലേ അത് തീറ്റ നടക്കും. ഇനി അടുത്തോല്ല അത് മുറിച്ച് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ഉണ്ടാവില്ല. പറങ്കേണ്ടിയൊക്കെ ഓർമ്മകളിൽ മാത്രമാവും. കുറേ അതൊക്കെ മുറിച്ചില്ലേ എന്താ മാത്രമേ കിട്ടൂ. അത് തന്നെ ഇങ്ങനെ എല്ലാവരും പാടെ കൂടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സുഖമല്ലേ അല്ലേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഇതാവുമ്പോൾ ഇനിയിപ്പോൾ ഇതാ എല്ലാവരും പാടെ ഒത്തുകൂടണമെങ്കിൽ ഓണാവണ്ടേ. അത് വേണം. അല്ല കേട്ടോ, അതിൻ്റെ മുമ്പ് ഒത്തുകൂടും. ഞങ്ങൾ അച്ഛൻ്റെ എന്താ കൊല്ലം തേക്കിൽ വരുമ്പോൾ ഒത്തുകിടും. ഇനിയിപ്പോൾ 2 മാസമേ ഉള്ളൂ കേട്ടോ. കർക്കിടക മാസത്തിൽ അച്ഛൻ്റെ കൊല്ലം തേക്കിൽ വരുമ്പോൾ എല്ലാവരും ഉണ്ടാവും, മക്കളും മരുമക്കളും പുതിയൊരു അതിഥിയും ഒക്കെ. എന്താ പുതിയ ആളുടെ അവിടേക്ക് പോയിട്ടില്ല കേട്ടോ. മഴ ഒന്നാമത് ഇവിടെ പനിയായിരുന്നില്ല എല്ലാവർക്കും. പനി മാറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്ഷീണം മാറിയപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പേടിയായി. ഇനി കുട്ടിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പെയ്യായി എന്തെങ്കിലും കുട്ടിക്ക് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ കാണാൻ കൊതിയാവണം, കാരണം നല്ല കളിക്കാൻ തുടങ്ങിത്രേ. അല്ലെങ്കിൽ ചിരിക്കാൻ തുടങ്ങി അന്ന് തന്നെ. നന്നായി ചിരിക്കാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി പറയുമ്പോഴേ നമ്മുടെ പൊന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുട്ടി ഉണ്ടാവുമല്ലേ. ഈ ചെറിയ കുട്ടികളുടെ അല്ലേ നമ്മൾ നെറുകിലിങ്ങനെ മണക്കുമ്പോൾ അവരുടെ ആ ബേബി സോപ്പിൻ്റെയും അത് രാസ്നാദിപ്പൊടിയുടെയും ഒരു ചന്ദനത്തിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടാവില്ലേ. എൻ്റെ അമ്മോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറിയ കുട്ടികൾ അങ്ങനെ എടുക്കണത്. എല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ല കേട്ടോ ഒരു പ്രത്യേക വാസന. നമ്മൾ അതിന് വേണ്ടിയിട്ട് പുതിയ ബുക്ക് എങ്ങനെയാണ് അതുപോലെയാണ് കുഞ്ഞു മക്കൾ. ദൈവ ആയുസ് ആരോഗ്യം ഇട്ട് കൊടുക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ എൻ്റെ എടുപ്പൊക്കെ ഇളക്കണം. വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോയില്ല ആശുപത്രിക്കൊന്നും. അത് പറഞ്ഞിട്ട് നിങ്ങൾ ഇളകണ്ട. എനിക്ക് വയ്യട്ടോ, ഞാൻ പറഞ്ഞ വേണ്ടില്ല. ഈ അസമയത്ത് ആശുപത്രി പോയിട്ടിരിക്കുക എന്നെ ഉണ്ടാവില്ല. ഇടുപ്പ് സ്ട്രോങ് ആണ്, പക്ഷേ എന്താ തല സ്ട്രോങ് അല്ല. തല തിരിച്ചില്ല തന്നെ. ഏത് താവയോ തല തിരിച്ചില്ല. ഈ ഏതാ വിചാരിച്ച് തലക്ക് സുഖമില്ലാന്നോ? തലക്ക് സുഖമില്ലായ തല തിരിച്ചില്ലോ എങ്ങനെ? അതൊക്കെ തലക്ക് സുഖമില്ലായ തന്നെയല്ലേ. തല ചുറ്റണത് ഇങ്ങനെ കാണിക്കുന്നത് എന്താ തലക്ക് സുഖമില്ലായ തന്നെയല്ലേ. കാല് കടച്ചില്ല കാലിന് സുഖമില്ല അറിയും, തലക്ക് കിടച്ച് തലക്ക് സുഖമില്ല അറിയും. അങ്ങനെ തന്നെയല്ലേ പറയുക. എന്താണ് നിങ്ങളെന്താ വിചാരിച്ചു തന്നെ? നിങ്ങളെന്തോ തെറ്റിദ്ധരിച്ചല്ലോ. തെറ്റിദ്ധരിച്ചു. ഞങ്ങളില്ലേ എക്സസൈസ് ചെയ്യായിരുന്നു കേട്ടോ. അത് ഈ വീഡിയോയുടെ അപ്പോൾ അനിയേട്ടൻ വേഗം വന്നതാണ്. എന്താ വെച്ചാൽ 2 പേരും പാടെ ഇങ്ങനെ 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 ഇക്കിയിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യില്ലേ. അപ്പം അത് ചെയ്ത് നോക്കിയതാണ്. ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കലാണ്ട് ഒഴിവാക്കിയതോന്ന്. എന്ത് ചെയ്തിട്ട് കുറയില്ലേ. ഇനി പിന്നാതി കുടിക്കാൻ നടന്നാലോ. യൂട്യൂബ് എന്താ സന്തോഷം. അത് സുകന്യ ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് കണവണ കൂട്ടം കൂടിയിട്ട് വീഡിയോ ഇടുന്നവരെ ഇതിനെ കുറിച്ച് പഠിക്കുക ഒന്നും ചെയ്യാണ്ടിരുന്നവരെ. കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചോളാൻ പറഞ്ഞു. ഞാൻ വൈദ്യരെ അടുത്ത് ചോദിച്ചേ, വൈദ്യരെ എന്താ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചാൽ തടി കുറയോ ചോദിച്ചു. വൈദ്യര് പറയണേ ആരെ പറഞ്ഞു കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചാൽ തടി കുറയുന്നത്. അപ്പോൾ എന്താ എന്ത് സാധനമാണെന്ന് വെച്ചാലേ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ പാടില്ല അത്രേ ഏട്ടാ. കുമ്പളങ്ങ ജ്യൂസ് സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ലത്രേ. ഒക്കെ കുറച്ച് നിർത്തിയിട്ട് പിന്നെ കുറച്ച് കൂട്ടാനേ പിന്നെ ചെയ്യാനേ പാടുള്ളൂ എന്ന്. ചില ആൾക്കാർ പറയില്ലേ ദിവസം ജീരക വെള്ളം കുടിക്കുക, ഉലുവ വെള്ളം കുടിക്കുക എന്നൊക്കെ പറയില്ലേ. പക്ഷെ അതൊക്കെ എങ്ങനെ ആഴ്ചയിൽ ഒരാഴ്ച കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്തണം അത്രേ. അവരങ്ങനെ പറഞ്ഞോട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അവര് പറഞ്ഞതുപോലെ ചെയ്യാം.
അല്ലാണ്ട് ഡയറ്റ് എന്നുള്ളതൊക്കെ തമാശക്ക് ചെയ്യണല്ല. നമ്മൾ നോർമലായിട്ട് നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്ന ഭക്ഷണ രീതിയിൽ നിന്നൊക്കെ മാറ്റം വരികയാണ് ഡയറ്റ്. എന്താ ഡയറ്റിന്റെ കാര്യം പറയുമ്പോൾ പറയട്ടെ, എന്താ ഏട്ടൻ കുറച്ച് ദിവസം ഡയറ്റ് നോക്കിയിരുന്നു കേട്ടോ. കുറച്ച് ദിവസം എന്താ വെച്ചാൽ ഏട്ടൻ ഒരു മാസം നോക്കി. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ചിക്കൻ കഴിക്കാൻ പറഞ്ഞു, മുട്ട കഴിക്കാൻ പറഞ്ഞു, പച്ചക്കറികൾ കഴിക്കാൻ പറഞ്ഞു. ഏട്ടൻ ഒരു നേരം 100 ഗ്രാം അല്ലേ, 120 ഗ്രാം അവിടെ അളക്കണ ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലേ, ഒരു മെഷീൻ കണ്ടില്ലേ? അതാ ഏട്ടൻ ഡയറ്റ് നോക്കുമ്പോൾ ചെയ്താൽ. ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അനിയേട്ടൻ തടിച്ചത്. അനിയേട്ടൻ ആദ്യത്തെ വീഡിയോ കണ്ടറിയില്ലേ, നമ്മളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇങ്ങനെ ചീർത്ത് വന്നപ്പോഴേ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തടിക്കത്രേ. ചില ആൾക്കാർ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും, നമ്മളെപ്പോലുള്ള ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പോൾ അത് തടിച്ചു പറഞ്ഞാൽ ഞാൻ ജിമ്മിൽ പോയപ്പോൾ ഞാനും അതാണ്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടില്ല വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മേലുവേദനയാണ് കേട്ടോ. ഞാൻ അതിൽ നിർത്തിയതാണ്. അതിൽ നിർത്തി ഞാനത് ഡയറ്റ് ഇതിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുകയൊക്കെ വേണം. ഞാനത് നോക്കാണ്ടൊക്കെ വായ തോന്നിയത് മുഴുവൻ തിന്നിട്ടാ. അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. ഇപ്പൊ പിന്നെ ഞാൻ മധുരം കഴിക്കാൻ തുടങ്ങിയില്ല. മധുരം കഴിക്കാൻ പാടില്ല. ശരി, മധുരല്ലേ ശരിക്കും നമ്മുടെ പഞ്ചസാര ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ വെയിറ്റ് കുറയും. 7 മണിയാകുമ്പോഴേക്ക് തന്നെ ചോറിനണം. അതൊക്കെ ഒരു ശീലമാക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാണ്ട് 10 മണിയാകുമ്പോഴല്ല ചോറിന്. മേല് കഴുകിയാണ് കുട്ടികൾ. മേല് കഴുകി പഠിക്കാതിരിക്കുമ്പോഴേക്കും നമ്മുടെ ഇതായി വെക്കണം കേട്ടോ. കറിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി ഒരുങ്ങില്ലേ. ഇനി ചുക്കുവെള്ളം എടുത്തിട്ട് എന്താ പറഞ്ഞ അത് സാരല്ല, അത് സാരല്ല പറഞ്ഞ അമ്മ തുടക്കാട്ടോ. നിങ്ങൾ അവിടെ പോയിട്ട് വെള്ളദേവി കളിച്ചിട്ടപ്പോ ബെഡ് നനച്ചോ? നന്നായി. അവിടെ ഇനി കിടക്കാൻ പറ്റില്ലല്ലോ, എന്താ ചെയ്യാ? ഞങ്ങൾ എവിടെ ഇനി കിടക്കുക? കുഞ്ഞൻ ബെഡ് നനച്ചതാ. കുഞ്ഞു ഈ എന്താ ബെഡ് നനച്ച്? ഏത് റൂമിലാ നനച്ച്? എവിടെ? എന്താ പൊന്ന, എന്തിനാ നനയ്ക്കണത്? വലിയമ്മ ഉച്ചയ്ക്ക് വന്ന് കിടക്കണം അല്ലേ ചില ദിവസം. ഇന്നലെ വലിയച്ഛൻ വന്നിട്ട് കടന്നിരുന്നു അവിടെ. കിടക്കണ്ടേ? പിന്നെ ഇത് ഇതില്ലേ എന്താ പുതിയ വീട്ടിൽ നിങ്ങളാണ് കിടന്നോളൂ. എന്താ പറയുന്നത്? പുതിയ വീട്ടിൽ കിടന്ന പോരേന്ന്. പുതിയ വീട്ടിൽ കിടന്നാ പോരാ. തക്കാളി ഇട്ടു. ഇത് എല്ലാവർക്കും അധികം അറിയണത് തന്നെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കണപ്പോ ഏട്ടൻ പറഞ്ഞ പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറിനാൻ തകിയില്ലേ. ഏട്ടൻ തോന്നുന്നറിയോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് എണ്ണയിൽ നല്ല വഴറ്റിയിട്ട് ആ മുട്ട അതിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി വേണം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വെച്ചല്ലേ കുട്ടികൾക്ക് തയ്യണ്ടേ. അത് വേണം. അല്ലെങ്കിൽ ഇപ്പോൾ കാടമുട്ട ഇപ്പോൾ എപ്പോഴും വാങ്ങാത്ത കൊണ്ട് എല്ലാവരും തിന്നും. നിന്നക്ക് വേണടി, ആർക്കും വേണ്ടാന്നോ? അല്ലേട്ടാ, ഞാൻ നിന്നെ വേണം പറഞ്ഞിട്ടല്ലേടി ഞാൻ ഇങ്ങനെ നിന്റെ പിന്നാലെ നടക്കണത്. ആർക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം. ഞാൻ നിന്നെ കൈവിടില്ല കേട്ടോ. പോരെ? ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? വിടമാട്ടെ. ഇനി ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്നറിയോ, എനിക്ക് വീടായ പോലെ സുനിക്കൊരു വീടായി കിട്ടണം എന്നുള്ളത്. അത് നല്ലൊരു ആഗ്രഹമാണ് കേട്ടോ. അത് നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആദ്യം സുഖന്റെ കെട്ടിയവന്റെ ഒരു ആഗ്രഹം ഉണ്ടാവും കേട്ടോ. ഒന്നാതില്ലേ ഡോക്ടറെ കാണണം. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ അനിയനില്ലേ എന്താന്നറിയ പറയുന്നത്, നമ്മളാരും ചിന്തിക്കാത്ത ഓരോ കാര്യങ്ങളായിരിക്കും അവൻ പറയുണ്ടാവുക. കാരണം എന്നും സ്നേഹത്തോടെ കഴിയണം. ഭാഗം വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിയേട്ടനും ആദ്യം അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരുന്നത് അല്ലേ? വീട് മാറിക്കഴിഞ്ഞാൽ ചട്ടി മാറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നേഹം ഉണ്ടാവില്ല എന്ന് അല്ലേ? ഏട്ടൻ്റെ അമ്മ അങ്ങനെയല്ലേ പറഞ്ഞത്. അത് നമ്മൾ മനസ്സ് വിചാരിച്ചാലാണ് അത് നടക്കുകയുള്ളൂ. അപ്പം അനിയന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങണ്ടേ, 10 ദിവസം പണിയുണ്ടെങ്കിൽ 20 ദിവസം പണിയില്ലാത്ത പോലെ ആകുമ്പോൾ പേടി തോന്നുന്നുണ്ടാവേ. അത് ഏട്ടനും ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ധൃതി പിടിക്കേണ്ട എന്താ വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ 2 പെൺകുട്ടിയോട് വളർന്നു വന്നു. ഇനിയിപ്പോൾ അമ്മ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ വിദ്യാഭ്യാസത്തിന് ഇനി നമുക്ക് വീടിന് വല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ ഇപ്പം അവരുടെ ചെറിയ കുട്ടിയോടല്ലേ, എന്തെങ്കിലുമൊക്കെ കയ്യിൽ സമ്പാദിക്കട്ടെ.
എന്നിട്ട് ചെയ്യട്ടെ. അങ്ങനെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലേ. നമ്മുടെ കയ്യിലൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലേ നമ്മൾ പകുതി ആയിക്കഴിഞ്ഞാൽ നിർത്തേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെ വീട് പണി തുടങ്ങുന്ന സമയത്ത് അനിയറിന് ഒരു 2 ലക്ഷം രൂപയുടെ കുറി ഉണ്ടായിരുന്നു. അതും കൊണ്ടാണ് നമ്മൾ തറപ്പണി തുടങ്ങി വെച്ചത്. കാലക്കെട് കണ്ടില്ലേ, വാർത്തിട്ടിട്ട് തേപ്പ് തുടങ്ങണമെന്ന് വിചാരിച്ചപ്പോഴേക്കും നമ്മളെപ്പോഴും പറയാറില്ലേ വയ്യായ വന്നു. മനുഷ്യന്മാരുടെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. തുടങ്ങി വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ നടക്കുമോ? അല്ലാണ്ട് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അത് കുറച്ച് കയ്യിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കണ്ടാവും. ഞാനാണോ വെച്ചാലും തന്നെ എന്ത് കാര്യങ്ങളും നമ്മൾ എല്ലാം കണക്ക് കൂട്ടി സെറ്റ് കണക്ക് കൂട്ടിയിട്ടും കഴിച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ കൂട്ടലും കഴിക്കില്ല നടക്കും. വീട് പണി നടക്കില്ല. ഇതൊക്കെ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ സമയത്ത് ശ്രമിക്കുക, അങ്ങനെ നടത്തുക. ചിലപ്പോൾ അത് പകുതി വഴിക്ക് നിൽക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. ശ്രമിച്ചാലേ പാമ്പിന്റെ പോലെയാണ് അവളുടെ നാവ് പുറത്തേക്ക് കാണുമ്പോ ദേഷ്യം വരും. സത്യം സത്യം. അവൾ എന്ത് ചെയ്യാച്ചാലേ നാഗമ്മയാണ്. അതാ ടേബിളിന്റെ അടിയില്ലതാ. ഇനി മുട്ടല്ലാട്ടോ, മുട്ട കഴിഞ്ഞു. ആ നിന്റെ വീതം കഴിഞ്ഞിട്ടോ. ഇനി ഒരു ഭാഗം ചോദിച്ചിട്ട് വരും ഈ ഭാഗത്ത് കൂടെ. പൊട്ടിച്ചു കൊടുക്ക്. മഞ്ഞക്കരട്ട് വായിലോ കൂടി ഇട്ടല്ലേ പുലിയോലാവേ. മുട്ട അല്ലേ. ഇന്നത്തെ ഒരു നല്ല അന്തരീക്ഷം അല്ലേ. എടി പൊട്ടിച്ചൊരു പാത്രത്തിൽ കൊടുക്ക്. ഞാൻ നീ കൊടുക്കില്ല വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തേക്ക് പേടിയാണ്. മഞ്ഞക്കാര് അവള് തേങ്ങ കിട്ടും. അവനത് ഓടിക്കിട്ട് പെട്ടെന്ന് അമ്മൂനോട് പറഞ്ഞാൽ മതി. അമ്മൂ പറഞ്ഞാൽ കേൾക്കുള്ളൂ. പപ്പുട്ടനും വേണ്ടേ. ഇതിനെക്കാളും നല്ല 10 കോഴിമുട്ട വാങ്ങിയിരുന്നു അല്ലേ. കാടമുട്ടയ്ക്ക് ഇത്ര വില ഉണ്ടായി എന്നൊക്കെ അറിയില്ലേ. 10 എണ്ണല്ല, 10 കോഴിമുട്ടയ്ക്ക് 70 രൂപയുള്ളൂ. ഇത് 115 രൂപയായി. അപ്പോൾ 10 എണ്ണം വാങ്ങാൻ പറ്റും. മുട്ടയൊക്കെ ചാടുന്നു. ചാടും. ഇതിനാണത് വാങ്ങിയത്. ചോറ് വെച്ചെന്നായിരിക്കും. ചോറ് വെച്ചോളൂ. നോക്കിയൊക്കെ ചോറ് എത്തേ. അവളൊന്നും ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല കേട്ടോ. സംഭവം എന്താ കണ്ടോ, ഈ മസാല നമ്മുടെ സുഗന്യക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറിയൊന്നും വേണമെന്നില്ല. ഞങ്ങളേ വേഗം പണിയിറങ്ങിയ വേഗം ഉണ്ടായിരിക്കും. ചോറ് വന്നു ചുക്കുവെള്ളത്തിൽ അവർക്ക് അമ്മയ്ക്ക് ഇതെല്ലാം പ്ലേറ്റിലാക്കണം കേട്ടോ. ലേട്ടാ സാമ്പാർ കണ്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അച്ചുട്ടിയാണ് ചോറ് വേണം പറഞ്ഞത്. ഇനി അമ്മു പഠിക്കുന്ന ബുക്ക് എടുത്തിട്ട് തലയിൽ വെക്കില്ലേ മോനെ. ഇവിടെ ഇരുന്ന് കഴിച്ചോ. ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോയി. ചൂട് വേണം. അവൾക്ക് ചൂടുള്ള ചോറേ പറ്റുള്ളൂ. അതിപ്പോൾ മുട്ട് നോത്തിയിട്ടില്ലേ. 2 പാടെ തെറ്റേന്നാ 2 പാടെ. ഇത് കറി ചൂടുള്ളത് കൊണ്ടാണ് ചൂട് ഇത് പാടെ കുഴച്ച് തരാം. അമ്മ കുഴച്ച് തരാം. കഴിക്കും കുഴച്ച്. അത് 10ാം ക്ലാസ് വരെ കുഴച്ച് തരുന്നത് ഇഷ്ടമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൾ വലിയ കുട്ടിയായി. അപ്പോൾ അവൾക്ക് ഇഷ്ടമല്ല. ഇവിടെ വന്നിരുന്ന് കഴിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ഞാൻ അവർ പഠിക്കട്ടെ അല്ലേ. പഠിക്കട്ടെ മക്കൾ. മറ്റവരൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ. ഏത് ഷെയ്ക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ സാമ്പാറുണ്ട്, അതായിരിക്കും വേണ്ട. അപ്പോൾ നാളെ നല്ല വിശേഷം നോക്കിയിട്ട് കാണാം.